ഹലോ ഫ്രണ്ട്സ്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ്. അതായത് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുന്നേ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണ്, നൊട്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. N0 എന്ന് പറയുന്നത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം, P0 എന്ന് പറയുന്നത് ഹോൾ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം, Na എന്ന് പറയുന്നത് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. സോ ആദ്യം ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ നോക്കാം. N0 equal to Nc e raised to minus of Ec minus Ef by Kt. സോ ഇതിൽ Nc എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. ഇനി Ec എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് എഡ്ജാണ്, Ef എന്ന് പറയുന്നത് ഫെർമി ലെവലാണ്, K എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിന് രണ്ട് വാല്യൂ ആണുള്ളത്, 8.60 × 10⁻⁻5 ഇലക്ട്രോൺ വോൾട്ട്സ് പെർ കെൽവിൻ, അതല്ലെങ്കിൽ 1.38 × 10⁻23 ജൂൾസ് പെർ കെൽവിൻ. T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഇനി അടുത്ത ഇലക്ട്രോൺ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ്റെ ബേസിലാണ്. N0 equal to Na e raised to Ef minus Ei by Kt. ഇവിടെ Ei എന്ന് പറയുന്നത് ഇൻട്രിൻസിക് എനർജി ലെവലാണ്. സിമിലർലി P0 equal to Nv e raised to minus of Ef minus Ev by Kt. ഇവിടെ Nv എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ വാലൻസ് ബാൻഡ്. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇനി സാധാരണയായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇക്വേഷനാണ് ഇത്. N0 P0 equal to Na². സോ ഇതിന് പറയുന്ന പേര് ലോ ഓഫ് മാസ് ആക്ഷൻ എന്നാണ്. ഇത് കൂടാണ്ട് ഇതിൽ യൂസ് ചെയ്യുന്ന വേറൊരു ഇക്വേഷനാണ് റൂട്ട് ഓഫ് Nc Nv e raised to minus Eg by 2 Kt. ഇവിടെ Eg എന്ന് പറയുന്നത് ഫോർബിഡൻ എനർജി ഗ്യാപ്പാണ്. സോ മെറ്റീരിയൽ ടു മെറ്റീരിയൽസ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് മാറും. സോ Eg ഫോർ സിലിക്കൺ ഇസ് 1.1 ഇലക്ട്രോൺ വോൾട്ട്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഇതിന് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റീസ് ഏതൊക്കെയാണ്. ആഴ്സനിക്, ആൻറ്റിമണി, ഫോസ്ഫറസ്, ഇതൊക്കെയാണ് പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റി. ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇതൊക്കെ ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റിയാണ്. അപ്പോൾ ഈ പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് N ടൈപ്പും, ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് P ടൈപ്പും ആയിട്ടായിരിക്കും സാധാരണയായിട്ട് നമ്മൾ എടുക്കുക. അത് ചില പ്രോബ്ലം ടു അതിന് വ്യത്യാസം വരും. എന്തായാലും നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഈ സിലിക്കൺ സാമ്പിൾ ഈസ് ഡോപ്ഡ് വിത്ത് 10⁻17 ആർസനിക് ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ വിത്ത് 300 Kelvin? Draw Ef relative to Ei. Na for silicon is 1.5 × 10⁻10 atoms per centimeter cube. സോ ഇത് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഡാറ്റ എഴുതാം. സോ ഗീവൻ ഡാറ്റ ആഴ്സനിക് ഈസ് ഗീവൻ. അപ്പോൾ ഇവിടെ ആഴ്സനിക് എന്ന് പറയുന്നത് പെൻറ്റാവാലൻ്റ് ആണ്. തന്നിരിക്കുന്ന ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് പെൻറ്റാവാലൻ്റ് ആയതുകൊണ്ട് ഡോണറാണ്. സോ Nd equal to 10⁻17 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. പിന്നെ തന്നിരിക്കുന്ന Na തന്നിട്ടുണ്ട് 1.5 × 10⁻10 again ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. പിന്നെ ടെമ്പറേച്ചർ ഇസ് ഗിവൻ 300 Kelvin. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് കൂടി എഴുതണം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ, വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. സോ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ N0 അറിയില്ല, P0 അറിയില്ല. പിന്നെ Ef റിലേറ്റീവ് ടു Ei ചോദിച്ചിട്ടുണ്ട്. ഡ്രോ Ef റിലേറ്റീവ് ടു Ei. അപ്പോൾ ഇതിവിടെ പെൻറ്റാവാലൻ്റ് ആയതുകൊണ്ട് ഇത് N ടൈപ്പ് ആവാനാണ് സാധ്യത.
സോ എൻ ടൈപ്പിൽ ഇ എഫും ഇ ഐ നോക്കുമ്പോൾ ഇ എഫ് മുകളിലും ഇ ഐ താഴെയാണ് ഉണ്ടാവുക. സോ ഇ എഫ് മൈനസ് ഇ ഐ ഇതും കണ്ടുപിടിക്കണം. സോ ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷൻ നോക്കാം. സോ ഇവിടെ തന്നിരിക്കുന്നത് എൻ ഡി ആണ്. സോ എൻ ഡി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പയർ എൻ ഡി ആൻഡ് എൻ ഐ. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എൻ ഡി എന്ന് പറയുന്നത് 10⁻17 എൻ ഐ എന്ന് പറയുന്നത് 1.5 × 10⁻10 ആണ്. സോ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് എൻ ഡി 10⁻17 ഈസ് ഗ്രേറ്റർ ദാൻ 1.5 × 10, അതായത് എൻ ഐനേക്കാളും ഹൈ ആണ്. സോ ഇത് എന്താണ്? ഇതിനെ നമുക്ക് പറയാം ദിസ് ഈസ് എ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആവാനെങ്കിലുള്ള കണ്ടീഷനാണ് ഈ പറയുന്നത്. എൻ ഡിയും എൻ എയും, അതായത് ഡോപ്പിംഗ് ഇംപ്യൂരിറ്റി ഏതാണോ അതിൻ്റെ കോൺസെൻട്രേഷൻ ഇൻട്രിൻസിക് കോൺസെൻട്രേഷനേക്കാൾ ഹൈ ആവണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറാണ്. അപ്പോൾ ഇതൊരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് എൻ ടൈപ്പ് ആണോ പി ടൈപ്പ് ആണോ എന്നാണ്. സോ ഇവിടെ ഡോണർ ആയതുകൊണ്ട് ഇത് എൻ ടൈപ്പ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ N0 എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു എൻ ഡി. സോ വി ക്യാൻ റൈറ്റ് N0 ഈക്വൽ ടു എൻ ഡി ഈക്വൽ ടു 10⁻17. അപ്പോൾ N0 കിട്ടിയല്ലോ. ഇനി P0 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാം N0 P0 ഈക്വൽ ടു NA² ആണ്. സോ P0 എന്ന് പറയുന്നത് NA² N0. അപ്പോൾ ഇവിടെ NA² എന്ന് പറയുന്നത് NA എന്ന് പറയുന്നത് 1.5 ആണ്. 1.5 × 10⁻10² /10⁻17. So that is equal to 2.25 × 10⁻3 atoms per centimeter cube. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് പറയുന്നത് ഇ എഫ് റിലേറ്റീവ് ടു ഇ ഐ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് മെറ്റീരിയലാണോ അതിൻ്റെ ഇക്വേഷൻ എഴുതണം. ഇപ്പോൾ N0ക്ക് രണ്ട് ഇക്വേഷനാണുള്ളത്. N0 e⁻, ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ NC നമുക്ക് തന്നിട്ടില്ല. പിന്നെ ഇവിടെ ഉള്ളത് EC ആൻഡ് EF ആണ്. അപ്പോൾ ഇതും അറിയില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ എടുക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനാണ്. N0 ഈക്വൽ ടു NA e⁻EF മൈനസ് EI/KT. സോ ഇതിന്ന് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ ഓഫ് EF റിലേറ്റീവ് ടു EI. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. N0/NA ഈക്വൽ ടു e⁻EF മൈനസ് EI/KT എന്ന് എഴുതാം. ഇനി ഈ എക്സ്പൊണൻഷ്യൽ വാല്യൂ പോകാൻ വേണ്ടിയിട്ട് ടേക്കിംഗ് ലോഗ്, നാച്ചുറൽ ലോഗ്, രണ്ട് സൈഡ് നാച്ചുറൽ ലോഗ് എടുക്കുന്ന സമയത്ത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നാച്ചുറൽ ലോഗ് ഓഫ് N0/NA ഈക്വൽ ടു EF മൈനസ് EI/KT എന്ന് വരും. അപ്പോൾ ഇതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതാണെങ്കിൽ EF മൈനസ് EI ഈക്വൽ ടു ഈ KT എങ്ങോട്ടേക്ക് പോകും? പുറത്തേക്ക് നാച്ചുറൽ ലോഗിൻ്റെ അടുത്ത് പോകും. KT നാച്ചുറൽ ലോഗ് ഓഫ് N0 സോ K എന്ന് പറയുന്നത് 8.62 × 10⁻⁻5 ഇൻറ്റു T എന്ന് പറയുന്നത് 300. നാച്ചുറൽ ലോഗ് ഓഫ് N0 എന്ന് പറയുന്നത് 10⁻17. NA എന്ന് പറയുന്നത് 1.5 × 10⁻10. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് 0.407 ഇലക്ട്രോൺ വോൾട്ട്. സോ ഇതിന് നമ്മളോട് പറഞ്ഞു ചോദിച്ചിരിക്കുന്നത് ഡ്രോ ആണ്. അപ്പോൾ സോ ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്, ഇതാണ് വാലൻസ് ബാൻഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സാക്ട്ലി സെൻറ്ററിൽ. ഇനി ഈ EF മൈനസ് EI ആണ് എന്ത്? ഈ 0.407. ആൻഡ് ഇതൊരു എൻ ടൈപ്പ് ആയതുകൊണ്ട് EF ECനോട് അടുത്തായിരിക്കും. സോ ഇതാണ് EF മൈനസ് EA 0.407 ഇലക്ട്രോൺ വോൾട്ട്സ്. ഈ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. സോ ഇനി വേറൊരു ടൈപ്പ് പ്രോബ്ലം നോക്കാം. സോ ഇതിൽ ജർമേനിയം സാമ്പിളാണ്. ഈ ജർമേനിയം സാമ്പിൾ ഈസ് ഡോപ്ഡ് വിത്ത് 10⁻17 boron atoms per centimeter cube. What is the equilibrium concentration at 300 Kelvin? Draw EF relative to EI. Na for germanium is 2.5 × 10⁻13. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിലും എന്ത് ചെയ്യണം? ഗീവൻ ഡാറ്റ എഴുതണം. മെറ്റീരിയൽ ജർമേനിയം ആണെന്നറിയാം. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ബോറോൺ എന്ന് പറയുന്ന എലമെൻ്റ് ആണ്. സോ ബോറോൺ എന്ന് പറയുന്നത് ട്രൈവാലൻ്റ് ആണ്. പി ടൈപ്പ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇത് എക്സ്ട്രിൻസിക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം.
അപ്പോൾ ഇവിടെ തന്നത് ബോറോൺ ആയതുകൊണ്ട് ഇത് ട്രൈവാലൻ്റ് ആയതുകൊണ്ട് Na ആണ് ഈ 10⁻17 എന്ന് പറയുന്നത്. പിന്നെ T തന്നിട്ടുണ്ട് എഗെയിൻ 300 കെൽവിൻ. Na എന്ന് പറയുന്നത് ജെർമേനിയത്തിൻ്റെ 2.5 × 10⁻13 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. N0 P0 പി ടൈപ്പ് ആവാനാണ് സാധ്യതയുള്ളത്, കാരണം ട്രൈവാലൻ്റ് ആണ്. അതുകൊണ്ട് EA - EF, കാരണം EFൻ്റെ വാല്യൂ വാലൻസ് ബാൻഡിനോട് അടുത്താണ്. സൊല്യൂഷനിൽ ആദ്യം എന്ത് ചെയ്യണം? കമ്പയർ Na ആൻഡ് Na. Na എന്ന് പറയുന്നത് 10⁻17 ഗ്രേറ്റർ ദാൻ 2.5 × 10⁻13. സോ ഇതൊരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറാണ്. സോ ഇത് എക്സ്ട്രിൻസിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ബോറോൺ ആഡ് ചെയ്തതുകൊണ്ട് ഇത് പി ടൈപ്പ് ആയിരിക്കും. സോ P0 = Na = 10⁻17. N0 എന്ന് പറയുന്നത് Na² P0 എന്ന് വരും. സോ ലോ ഓഫ് മാസ് ആക്ഷൻ Na² എന്ന് പറയുന്നത് 2.5 × 10⁻13 2² ഡിവൈഡഡ് ബൈ 10⁻17 6.25 × 10⁻9 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി EF റിലേറ്റീവ് ടു EI എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് P0 ആയതുകൊണ്ട് വി നീഡ് ടു റൈറ്റ് ദ ഇക്വേഷൻ. ഇന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത മാതിരി. സോ ഇവിടെ KT എന്ന് പറയുന്നത് 8.62 × 10⁻⁻5 × 300 × natural log 10⁻17 by 2.5 × 10⁻13. So the final answer will be 0.215 electron volt. So ഇതിൽ സാധാരണയായിട്ട് എല്ലാവരുടെ അടുത്തും വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് റോങ് വാല്യൂ. സോ EF എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് EC, ഇത് EV. സോ ഇത് പി ടൈപ്പ് ആയതുകൊണ്ട് ഇതിവിടെ EA ഇൻട്രിൻസിക് എനർജി ലെവൽ. പി ടൈപ്പ് ആയതുകൊണ്ട് ഫെർമി ലെവൽ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിനോട് അടുത്തായിരിക്കും. സോ EI - EF എന്ന് പറയുന്നത് ഇതാണ്. സോ ഇറ്റ് ഇസ് 0.215 ഇലക്ട്രോൺ വോൾട്ട്സ്. ഇപ്പോൾ 2 ടൈപ്പ് പ്രോബ്ലമായി. ഇനി മൂന്നാമത്തെ ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ഇതിൽ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 1 or 2 പ്രാവശ്യം വായിച്ചിട്ട് വേണം അതിലേക്ക് അപ്രോച്ച് ചെയ്യാൻ. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ സിലിക്കൺ സാമ്പിൾ ഈസ് ഡോപ്ഡ് വിത്ത് 5 × 10⁻17 ആർസെനിക് ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് and 2 × 10⁻16 boron atoms per centimeter cube. Determine the whole electron hole concentration at room temperature, then position of the Fermi level. അപ്പോൾ ആദ്യം ആസ് യൂഷ്വൽ എന്ത് എഴുതാം? നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എഴുതാം. സോ ആർസെനിക് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, വിച്ച് ഈസ് പെഗൈൻ പെൻഡാവാലൻ്റ്. ഇവിടെ പെൻഡാവാലൻ്റ് ആയതുകൊണ്ട് ND = 5 × 10⁻17. ബോറോൺ ഉണ്ട്. ബോറോൺ എന്ന് പറയുന്നത് ട്രൈവാലൻ്റ്. സോ Na = 2 × 10⁻16 ഇത് വന്നു. പിന്നെ തന്നിരിക്കുന്ന റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 300 കെൽവിൻ. സോ സിലിക്കൺ ആയതുകൊണ്ട് Na ചില സമയത്ത് തരില്ല. സോ സിലിക്കൻ്റെ Na എന്ന് പറയുന്നത് 1.5 × 10⁻10 per centimeter cube. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എത്രയാണ്, ഹോൾ കോൺസെൻട്രേഷൻ എത്രയാണ്, അതേമാതിരി ഫെർമി ലെവൽ പൊസിഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നേ ചെയ്ത 2 പ്രോബ്ലത്തിൻ്റെ മാതിരിയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഈ സിലിക്കൺ സാമ്പിളിൽ ട്രൈവാലൻറ്റും പെൻഡാവാലൻറ്റും രണ്ടും ചേർത്തിട്ടുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഡോപ്പിംഗ് ആദ്യം കണ്ടുപിടിക്കുക. അത് ND - Na ആവാം, Na - ND ആവാം. സോ ഇവിടെ NDൻ്റെ വാല്യൂ വലുതായതുകൊണ്ട് ND - Na എഴുതി. ND - Na എന്ന് പറയുമ്പോൾ 5 × 10⁻17 - 2 × 10⁻16. So that will come to 4.8 × 10⁻17 atoms per centimeter cube.
ഈ കിട്ടിയിരിക്കുന്ന ND മൈനസ് NAനെ കമ്പയർ ഇറ്റ് വിത്ത് NA. സോ ഇവിടെ സിലിക്കൺ ആയതുകൊണ്ട് സിലിക്കൻ്റെ NA 1.5 × 10⁻10. അപ്പോൾ അതും ഈ 4.8 × 10⁻17 നോക്കുമ്പോൾ ND മൈനസ് NA ആണ് NAനെക്കാട്ടിലും ഹൈ. അതായതുകൊണ്ട് ഇത് എക്സ്ട്രിൻസിക് ആണ്. സോ ഈ ND മൈനസ് NAയിൽ NDൻ്റെ വാല്യൂ ആണ് ഹൈ. സോ ഇത് ഒരു N ടൈപ്പ് ആണ്. അപ്പോൾ N ടൈപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ N0 = ND ആണ്. ഇവിടെ N0 = ND മൈനസ് N ആൻഡ് P0 = Ni² N0, that is 1.5 × 10⁻10 whole square divided by 4.8 × 10⁻17. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4.6 × 10⁻2 atoms per centimeter cube. ഇനി പൊസിഷൻ ഓഫ് ഫെർമി ലെവൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊരു N ടൈപ്പ് ആണെന്നുള്ള കൺക്ലൂഷൻ വന്നുകൊണ്ട് വി ക്യാൻ ടേക്ക് ദിസ് ഇക്വേഷൻ. സോ K എന്ന് പറയുന്നത് 8.62 × 10⁻⁻5 × 300 into natural log of 4.8 × 10⁻17 divided by 1.5 × 10⁻10. So final answer is 0.3873. So അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാം.